രാജ്യത്തെ EVM-കളിൽ ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ട്. എല്ലായിടത്തുമല്ല, എന്നാൽ പലയിടങ്ങളിലും ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ വേണ്ടി പറ്റും. തെളിവുകൾ എന്ന് പറയുമ്പോൾ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പലയിടങ്ങളിലും പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ എണ്ണിയിട്ടുണ്ട്. ഈ വിഷയങ്ങൾ, ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടും എന്തുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ കൃത്യമായിട്ടുള്ള ഒരു നടപടിക്ക് ഒരുങ്ങാത്തത് എന്ന ഒരു ചോദ്യം നമുക്ക് മുന്നിൽ വലിയ രീതിയിൽ വന്നിരുന്നതാണ്. എന്നാൽ ഈ ചോദ്യത്തിന് ഒരു കൃത്യമായ ഉത്തരം നൽകുകയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം. അവർ ദേശീയ മാധ്യമങ്ങളോട് പങ്കുവച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധി വിദേശ സഹായം തേടുന്നു, വിദേശ സാങ്കേതിക വിദഗ്ധന്മാർ ഇന്ത്യയിലെത്തുന്നു, ഈ വിഷയം കൃത്യമായി പഠിക്കുന്നു, എങ്ങനെയൊക്കെ EVM മിഷനുകളിൽ ക്രമക്കേടുകൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും, ഇതിനെക്കുറിച്ചിട്ടുള്ള വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം വ്യക്തമായ വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുന്നു, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തുന്നു. അതായത് ഇത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിൽ ക്രമക്കേടുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് വസ്തുതാപരമായിട്ട് തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിനുശേഷം മോദി സർക്കാരിനെ വീഴ്ത്താനുള്ള ഒരു അറ്റക്കൈ പ്രയോഗമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നുള്ളത്. ആ അറ്റക്കൈ പ്രയോഗം എന്ന് പറയുന്നത് ഒരു ഭാരതയാത്ര രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. ഈ ഭാരതയാത്രയിലൂടെ ശക്തമായിട്ടുള്ള ഒരു നീക്കം രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പദ്ധതിയിടുന്നുണ്ട്. നമുക്കറിയാം, ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ, YSR കോൺഗ്രസിന്റെ ജഗൻമോഹൻ റെഡ്ഡിയുടെ ഒരു മരണമാസ തിരിച്ചുവരവ്, ആ തിരിച്ചുവരവ് വലിയ ഒരു അത്ഭുതമായിരുന്നു നടത്തിയത്. അദ്ദേഹം ഇന്ന് ആന്ധ്രയുടെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആ തിരിച്ചുവരവ്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു തിരിച്ചുവരവ് അദ്ദേഹത്തിന്റെ ഒരു യാത്രയായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛന്റെ യാത്ര, YSR രാജശേഖര റെഡ്ഡിയുടെ യാത്ര, അതൊരു സിനിമയാക്കപ്പെട്ടതാണ്. മമ്മൂട്ടിയാണ് ആ സിനിമയിലൂടെ നായകനായിട്ടുള്ളത്. അങ്ങനെ യാത്രകൾ, ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, പാലക്കാട്ടെ ശ്രീകണ്ഠന്റെ വിജയത്തിന് പിന്നിലും ഒരു യാത്രയുണ്ട്. അങ്ങനെ ഒരു യാത്രയാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നുള്ളത്, ഭാരതയാത്ര. ഗ്രാമീണരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു സുവർണ നിമിഷമായി രാഹുൽ ഗാന്ധി അതിനെ കാണും. ആ യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കടന്നു വരുന്നത്. എന്തായാലും ഭാരതയാത്രയും അതുപോലെ തന്നെ EVM-ലെ ക്രമക്കേടുകളൊക്കെ കണ്ടെത്തിയിട്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് വരുമ്പോൾ മറ്റൊരു സുവർണ നിമിഷം കോൺഗ്രസിന് ദേശീയ രാഷ്ട്രീയത്തിൽ നേടാൻ പറ്റുമെന്നുള്ള ഒരു വലിയ വിശ്വാസമാണ് ഇത് സമ്മാനിക്കുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.